ഔഷധമാ നിന്റെ കയ്യിലുള്ളത്? മുത്തശ്ശി, നിങ്ങൾ ഇരുവരും രോഗകിടക്ക വിട്ടെഴുന്നേൽക്കേണ്ടവരാണ്. ഞാനൊരു നിമിത്തമായി എന്ന് മാത്രം. പഴനിയിലെ പഞ്ചാമൃതം അമ്മയ്ക്ക് ഔഷധമായി. എന്റെ കൊടിയ ദാഹം ഈ അമ്മയ്ക്കും ഔഷധമായി. പഴനിയിലെ പ്രസാദം നിങ്ങൾക്കിരിക്കട്ടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഈ രാത്രിയിൽ നീ എങ്ങോട്ട് പോകുന്നു? പഴനിക്ക്. പഴനിയിലാണ് എന്റെ തറവാട്. എന്തായാലും ഇന്ന് രാത്രി എങ്ങും പോരുത്. ഞങ്ങളുടെ അതിഥിയായി ഇന്നിവിടെ കഴിയണം. രാവിലെ പോവാം. അതെ, ഞങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി കുട്ടി ഇന്ന് രാത്രി ഇവിടെ കഴിയണം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. വരൂ. മോൻ ഇവിടെ കിടന്നോളൂ. കുറച്ച് സൗകര്യങ്ങളേ ഉള്ളൂ. ഞങ്ങളും ഈ പരിമിതിയിലാ കിടക്കുന്നത്. ഇത് തന്നെ ധാരാളം. വസുമതി, മോനൊന്നും കഴിച്ചു കാണില്ല. എന്തെങ്കിലും കഴിക്കാനെടുക്ക്. വേണ്ട, ഞാൻ ക്ഷേത്രത്തിൽ നിന്നും വേണ്ടുവോളം പ്രസാദം കഴിച്ചു. നിങ്ങൾ പോയി ഉറങ്ങിക്കൊള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. എനിക്ക് നന്നായി നടക്കാൻ കഴിയുമെന്ന് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയണില്ല. ആരാണ് ആ കുട്ടി? നമ്മുടെ കുട്ടികൾ ശിവാലയ യാത്രയിലല്ലേ. അവർ നേടിക്കൊണ്ടിരിക്കുന്ന പുണ്യമാണ് ബാലകന്റെ രൂപത്തിൽ അർദ്ധരാത്രിയിൽ കടന്നു വന്നത്. മുരുകന്റെ നിവേദ്യമായ പഞ്ചാമൃതം, അതിന്റെ ശക്തിവിശേഷം അപാരം തന്നെ വസുമതി. ശിവാലയ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന കുട്ടികളെ ഒരു നോക്ക് കാണാൻ ജീവിച്ചിരിക്കുമെന്ന പ്രതീക്ഷ എനിക്കുമുണ്ടായിരുന്നില്ല. ഇപ്പോ പ്രതീക്ഷയുമുണ്ട്, പ്രത്യാശയുമുണ്ട്. ശംഭോ മഹാദേവ. മീനാക്ഷിയും കുട്ടികളും എത്രയും പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ നമ്മളെ ഈ അവസ്ഥയിൽ കണ്ട് ആഹ്ലാദിക്കുന്ന അവരുടെ മുഖങ്ങൾ കാണാൻ എനിക്ക് കൊതിയാകുന്നമ്മേ. അവര് വരട്ടെ. അവരുടെ ശിവാലയ യാത്ര ഈ കുടിലിനെ സ്വർഗമാക്കിയ ആഹ്ലാദം ഒക്കെ നമുക്കൊരുമിച്ച് ആഘോഷിക്കാം. വസുമതി പോയി കിടക്ക്. കുട്ടി, ഇത്ര നേരത്തെ ഈ കുട്ടി എവിടെ പോയി? എന്താ അവന്റെ പേര്? അത് ചോദിച്ചില്ലല്ലോ. കുട്ടി, 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 ഇതെവിടെ പോയി? ഉണ്ണി, മോനെ, മോനെ,
മുഖവും കാണുന്നില്ല. എന്താ ഒരു വാക്ക് പോലും പറയാതെ ആ കുട്ടി പോയി കളഞ്ഞത്? അമ്മ എന്താ ആലോചിക്കുന്നത്? അവൻ സാധാരണ കുട്ടിയൊന്നുമല്ല വസുമതി. മൃതസഞ്ജീവനിയും കൊണ്ടല്ലേ വന്നത്. നമ്മളെ നരകയാതനയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി തൃക്കടയൂരപ്പൻ അയച്ചതാണ് അവനെ. ശംഭോ മഹാദേവ. ഭഗവാനെ, തൃക്കടയൂരപ്പ, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. ഈശ്വര. ഭഗവാനെ, ഇത് വള്ളിയമ്മയ്ക്കും വസുമതിക്കുമുള്ള പ്രസാദം. 2 ദിനം കൂടി ഇവിടെ ഭജനം പാർത്തിട്ട് പോയാ പോരെ മീനാക്ഷി? ഇന്ന് തന്നെ പോണം തിരുമേനി. തറവാട്ടിലെ സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. വള്ളിയമ്മയുടെയും വസുമതിയുടെയും അവസ്ഥ ഓർക്കുമ്പോ മടങ്ങിപ്പോവാൻ ധൃതിയാ ഞങ്ങൾക്ക്. ഒന്നും ഭയക്കാനില്ല മീനാക്ഷി. അവരുടെ രോഗാവസ്ഥയ്ക്ക് സാരമായ മാറ്റം ഉണ്ടാകും, ഭേദപ്പെടും. പൂങ്കൊടിയുടെ പീലിക്കാവടിയും മീനാക്ഷിയുടെ അഗ്നിക്കാവടിയും ഭഗവാൻ അത്രമേൽ പഥ്യമായിട്ടുണ്ട്. നിങ്ങളുടെ തറവാട്ടിൽ ശ്രീമുരുകന്റെ അനുഗ്രഹവർഷം തന്നെ ഉണ്ടാകും. ഭഗവാനെ, നന്ദിയുണ്ട് തിരുമേനി. അധികം വൈകാതെ കനിമൊഴിയും കൂട്ടി ഒരു ശിവാലയയാത്രയ്ക്ക് കൂടി ഞങ്ങൾ പുറപ്പെടുന്നുണ്ട്. അന്ന് വീണ്ടും കാണാം. അങ്ങനെയാകട്ടെ. ശിവാലയയാത്രയ്ക്ക് വരുന്നവരെ കാണുമ്പോൾ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്ന് പറയാൻ മറക്കരുത്. ഇല്ല തിരുമേനി. ഓം ശ്രീ മുരുകായ സ്വാഹ. പോവാം. ശിവാലയ യാത്ര കഴിഞ്ഞുള്ള വരവായിരിക്കും. അതെ. അപ്പോ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലേ? കനിമൊഴി കാരാഗൃഹത്തിലാണ്. കാരാഗൃഹത്തിലോ? അതെ, കനിമൊഴി ക്ഷേത്രത്തിൽ നിന്ന് രത്നഹാരം മോഷ്ടിച്ചെന്നാ പറയുന്നത്. എന്താ ചേച്ചി കേൾക്കുന്നത്? ശിവാലയ യാത്ര കഴിഞ്ഞു വന്നപ്പോ അശുഭ വാർത്തയാണല്ലോ കേൾക്കുന്നത്. കനിമൊഴി ചേച്ചി മോഷ്ടിക്കാനോ? ഒരിക്കലുമില്ല. ഇതിൽ എന്തോ ഒരു ചതയുണ്ട് ചേച്ചി. അതെ, കൊടും ചതിയാണ്. മണിമേഖല, ശിവകാമി, ഭൈരവി, കരികാലൻ തുടങ്ങിയ പ്രബല ശത്രുക്കളുണ്ടല്ലോ കനിമൊഴിക്ക്. അവരെല്ലാരും കൂടി ചേർന്ന് കനിമൊഴി കുടിക്കിയതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട ചേച്ചി? നിരപരാധിയായ ചേച്ചിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണ്ടേ ചേച്ചി? വേണം. വാ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോവാം. വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം വേണ്ടത് ചെയ്യാം. വാ. ഞാൻ മീനാക്ഷി. ഇവൾ
പൂങ്കുടി. കാരാഗൃഹത്തിൽ കഴിയുന്ന കനിമൊഴിയുടെ ബന്ധുക്കളാണ്. മഹാരാജാവിനെ മുഖം കാണിക്കാൻ അനുവാദം ഉണ്ടാകണം. തിരുമനസിനെ അറിയിക്കട്ടെ. മഹാരാജൻ നീനാൾ വാഴട്ടെ. കനിമൊഴിയുടെ ബന്ധുക്കളായ മീനാക്ഷിയും പൂങ്കുടിയും മുഖം കാണിക്കാൻ വന്നു നിൽക്കുന്നു. കടന്നു വരാൻ പറയൂ. കൽപ്പന പോലെ. കടന്നു ചെന്നോളൂ. വാ. അടിയൻ മീനാക്ഷി. അടിയൻ പൂങ്കൊടി. പൂങ്കുടിയെ നമുക്ക് നല്ല പരിചയമുണ്ടല്ലോ. അടിയൻ മുമ്പൊരിക്കൽ കരികാലൻ അങ്ങുന്ന് അടിയനെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് വിലക്കി. അന്നും മഹാരാജനും റാണിമാതയും വന്ന് അടിയനെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നു. ഓ, ഓർക്കുന്നുണ്ട്. ആട്ടെ, നിങ്ങൾക്ക് എന്താ ബോധിപ്പിക്കാനുള്ളത്? അടിയങ്ങൾ ശിവാലയ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നതേ ഉള്ളൂ. മോഷണക്കുറ്റത്തിന് കനിമൊഴി കാരാഗൃഹത്തിലാണെന്നറിഞ്ഞു തിരുമനസെ. സർവവും തൃക്കടയൂരപ്പനിൽ സമർപ്പിച്ച് ജീവിക്കുന്ന പരമഭക്തയും മഹാസാധുവാണ് കനിമൊഴി. അവൾ ഒരിക്കലും ഭഗവാന്റെ മുതൽ മോഷ്ടിക്കില്ല. അതിന് കഴിയില്ല അവൾക്ക്. നിരപരാധിയായ കനിമൊഴിയെ മോചിപ്പിക്കണമെന്ന് അപേക്ഷിക്കാനാണ് അടിയങ്ങൾ വന്നത്. നിലത്ത് കിടന്ന് ഒരു നാണയത്തുട്ട് കിട്ടിയാൽ പോലും സ്വന്തം ആവശ്യത്തിനെടുക്കാതെ ഭഗവാന്റെ ഭണ്ഡാരത്തിലിടുന്ന മഹാഭക്തയാണ് കനിമൊഴി ചേച്ചി. ചേച്ചി മോഷ്ടിക്കില്ല മഹാരാജൻ. ചേച്ചിയെ മോചിപ്പിക്കാൻ കനിവുണ്ടാവണം മാതേ. നിങ്ങൾ ബോധിപ്പിക്കുന്നത് നിങ്ങളിൽ അടിയുറച്ച വിശ്വാസം. അത് സത്യവുമായിരിക്കാം. പക്ഷേ കനിമൊഴിയുടെ ഭാണ്ഡത്തിൽ നിന്നും കാണാതായ രത്നഹാരം കണ്ടെടുത്താൽ അവൾ കളവ് നടത്തിയില്ല എന്ന് രാജാവും രാജസ്ഥാനക്കാരും എങ്ങനെ വിശ്വസിക്കാം? കനിമൊഴി കളവ് നടത്തിയിട്ടില്ല എന്നതിന് ഉപോദ്ബലകമായ തെളിവുകൾ എന്തെങ്കിലും സമർപ്പിക്കാനുണ്ടോ നിങ്ങൾക്ക്? തന്നെ ആരോ ചതിച്ചതാണെന്ന് കനിമൊഴി രാജസമക്ഷം ബോധിപ്പിക്കുകയുണ്ടായി. കനിമൊഴിക്ക് ക്ഷേത്രത്തിൽ ആരെങ്കിലും ശത്രുക്കളുണ്ടോ? സന്ദേഹം വേണ്ട. കനിമൊഴിക്ക് ക്ഷേത്രത്തിൽ ശത്രുക്കളുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ബോധിപ്പിക്കാം. ശത്രുക്കളുണ്ട് തിരുമനസ്. കനിമൊഴിയുടെ അമ്മാവന്റെ ഭാര്യ ഭൈരവിയാണ് കനിമൊഴിയുടെ പ്രബലയായ ശത്രു. ഈ ഭൈരവി ക്ഷേത്ര മേലധികാരിയായ കരികാലൻ അങ്ങുന്നിന്റെ അനന്തരവളുമാണ്. കനിമൊഴിയെ തകർക്കാൻ വേണ്ടി ഭൈരവി കരികാലൻ അങ്ങുന്നിനെ കൂട്ടുപിടിച്ച് പല ഉപജാപങ്ങളും ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട്. രത്നഹാരം കനിമൊഴിയുടെ ഭാണ്ഡത്തിൽ വന്നതിന് പിന്നിൽ ഭൈരവിയുടെ കരികാലൻ അങ്ങുന്നിന്റെ കറുത്ത കൈകളുണ്ടെന്ന് അടിയൻ ബലമായി സംശയിക്കുന്നു തിരുമനസ്. സത്യം തെളിയിക്കാൻ വേണ്ടി കർപ്പൂര ദീപത്തിന്മേൽ കൈ ഉയർത്തിക്കാട്ടി
സത്യം ചെയ്യുന്ന ഒരു ചടങ്ങ് തൃക്കടയൂർ ക്ഷേത്രത്തിൽ പലപ്പോഴും നടക്കാറുണ്ടല്ലോ തിരുമനസ്. ഉവ്വ, നടക്കാറുണ്ട്. സത്യം ചെയ്യുന്നവർ പറയുന്നത് സത്യമാണെങ്കിൽ കൈ പൊള്ളില്ല, അസത്യമാണെങ്കിൽ കൈ പൊള്ളിയിരിക്കും. അങ്ങനെയുള്ള ഒരു ചടങ്ങിന് കനിമൊഴിയും ഭൈരവിയും കരികാലൻ അങ്ങനെ ഞാൻ പങ്കെടുപ്പിച്ച യഥാർത്ഥ സത്യം തെളിഞ്ഞിരിക്കും തിരുമനസ്. നമ്മൾ ഏറെ വിശ്വസിച്ച് മേലധികാരി സ്ഥാനം ഏൽപ്പിച്ച കരികാലനാണ് ആരോപണ വിധേയനായിരിക്കുന്നത്. സത്യം തെളിയിക്കൽ ചടങ്ങ് നടത്തിയിരിക്കണം മഹാരാജൻ. ശരി, അധികം വൈകാതെ തന്നെ ഒരു നാളിൽ സത്യം തെളിയിക്കൽ ചടങ്ങ് ക്ഷേത്രത്തിൽ നടത്തിയിരിക്കും. കനിമൊഴി നിരപരാധിയാണെങ്കിൽ മോചിപ്പിച്ചിരിക്കും, അപരാധികളെ ശിക്ഷിച്ചിരിക്കും. കനിമൊഴി ചേച്ചി ശിവാലയ യാത്രയ്ക്ക് വരാത്തതിന്റെ കാരണം എനിക്കിപ്പോഴാ മനസ്സിലായത്. ഭൈരവി എന്ന മഹാരാക്ഷസി തന്നെയാണ് ചേച്ചിയുടെ ഭാണ്ഡത്തിൽ രത്നഹാരം കൊണ്ടുവച്ച് ചതിച്ചത്. ശിവാലയ യാത്ര കൊണ്ട് കനിമൊഴി ചേച്ചി പുണ്യം വാരി കൂട്ടിയാലോ? കിട്ടാൻ പോകുന്ന പുണ്യം ഇല്ലാതാക്കാം, ചേച്ചിയെ കള്ളിയോ ആക്കാം. അങ്ങനെ രണ്ടുദ്ദേശമായിരുന്നു അവർക്ക്. ചേച്ചി എന്താ ആലോചിക്കുന്നേ? നമ്മൾ ശിവാലയാത്രയും കഴിഞ്ഞ് കനിമൊഴിയും ഒത്തും മടങ്ങി ചെല്ലുന്നത് കാത്തിരിക്കുമായിരിക്കും വള്ളിയമ്മയും വസുമതി. വള്ളിയമ്മയുടെ ജീവന്റെ ജീവനും ഒരേ ഒരു പ്രതീക്ഷയുമാണ് കനിമൊഴി. അവൾ കാരാഗ്രഹത്തിലാണെന്ന് വള്ളിയമ്മ എങ്ങനെ അറിയിക്കാൻ? അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് മറ്റെന്തെങ്കിലും ഒഴിവ് കഴിവ് പറയാൻ ചേച്ചി. ഒഴിവ് കഴിവ് പറയാമെന്നോ? കനിമൊഴി നമ്മോടൊപ്പം ശിവാലയ യാത്രയ്ക്ക് വന്നുവെന്ന ഉറച്ച വിശ്വാസത്തിലെ വള്ളിയമ്മ. പ്രായമായ ഒരു പെങ്കൊച്ചിനെ ഒറ്റയ്ക്ക് നമ്മൾ എങ്ങോട്ടയച്ചെന്നാ ഒഴിവൊഴിവ് പറയേണ്ടത്? ഒന്നോ രണ്ടോ നാഴിക കഴിയുമ്പോൾ കനിമൊഴി കുടിയിലെത്തുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയാം. 1-2 ദിവസം കഴിഞ്ഞാലും കനിമൊഴി മോചിതയാകില്ലല്ലോ. അപ്പോ എന്ത് ഒഴിവ് കഴിവാ വില പോകുന്നത്? അത്രത്തോളം ഞാൻ ആലോചിച്ചില്ല ചേച്ചി. നമുക്ക് നടന്ന സംഭവങ്ങളെല്ലാം മുത്തശ്ശിയോട് തുറന്നു പറയാം. എല്ലാം സഹിക്കാനുള്ള ശക്തി മുത്തശ്ശിക്ക് ശ്രീപരമേശ്വരൻ കൊടുക്കട്ടെ. നീ വാ. എന്താ അമ്മ എങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. മീനാക്ഷിയും കുട്ടികളെയും കുറിച്ചായിരിക്കും. അവരിങ്ങ് എത്തും അമ്മേ. അമ്മതാ ഈ ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്ക. എനിക്കൊന്നും വേണ്ട. വേണമെന്ന് എനിക്കറിയാലോ. ഇടയ്ക്കിടെ ചൂട് കഞ്ഞിവെള്ളം കഴിക്കുന്ന ശീലം അമ്മയ്ക്കില്ലേ? മീനാക്ഷിയോ കനിയോ പൂങ്കൊടിയോ ആണ് വെള്ളം കൊണ്ട് തരാറുള്ളത്. ഇപ്പോ എനിക്ക് എഴുന്നേറ്റ് ചുറുചുറുക്കോടെ നടക്കാനുള്ള ത്രാണി ദൈവം തന്നല്ലോ അമ്മേ. ഇനി അല്പകാലം അമ്മയെ ഞാനും ഒന്ന് പരിപാലിച്ചോട്ടെ. ദാ വെള്ളം കുടിക്കും. ശിവാലയ യാത്രയ്ക്ക് പോയ അവരെ കാണുന്നില്ലല്ലോ വസുമതി. മടങ്ങി വരേണ്ട സമയം കഴിഞ്ഞല്ലോ. എന്നെങ്ങനെ തറപ്പിച്ച് പറയാൻ കഴിയും? ശിവാലയ യാത്രയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ദുർഘടം പിടിച്ച വഴികളിലൂടെ ഏറെ ദൂരം നീളുന്ന യാത്ര. അത്രയും ദൂരം മടങ്ങി വരാനുമില്ലേ? എന്ന് മടങ്ങി വരുമെന്ന് കൃത്യമായിട്ട് ആർക്കും പറയാനാവില്ലമ്മേ. പിന്നെ അവർ 2 ദിനം കൂടി കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന എന്റെ പ്രാർത്ഥന. അതെന്താ അങ്ങനെ? ആ 2 ദിനം കൂടി അമ്മയ്ക്ക് എന്തെങ്കിലും പാകമാക്കി വിളമ്പിത്തരാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടാകുമല്ലോ. അടുക്കളയിൽ പണിയുണ്ടാകും, ഞാനും കൂടി സഹായിക്കാം.
വേണ്ട വള്ളിയമ്മേ, വള്ളിയമ്മ ഇവിടെ ഇരുന്നാ മതി. ഒരാൾക്ക് ചെയ്യാനുള്ള പണിയേ ഈ വീട്ടിലുള്ളൂ. മാത്രമല്ല, ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോഴും നിങ്ങളെല്ലാവരും കൂടിയല്ലേ ഇവിടുത്തെ പണികളെല്ലാം ചെയ്തത്. അതിന്റെ പകരമാണെന്ന് കൂട്ടിക്കോ.